നമസ്കാരം. ഞാൻ ഡോക്ടർ തോമസ് ഐപ്പ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് അറ്റ് SUT ഹോസ്പിറ്റൽ പട്ടം. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് സ്ട്രോക്കിനെ കുറിച്ചാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലിൻ്റെ ഒരു രോഗമാണ്. അത് രക്തയോട്ടം കുറവാവാം, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി ഒലിക്കുന്നത് ആവാം. സ്ട്രോക്ക് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് എല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ന്യൂമോണിക്കാണ് ബി ഫാസ്റ്റ്. ബാലൻസിന് തകരാറ്, പെട്ടെന്ന് തലകറക്കമുണ്ടാവുക. ഐ, പെട്ടെന്ന് കാഴ്ചക്കുറവ് വരിക. എഫ്, ഫേഷ്യൽ ഡ്രൂപ്പാണ്, പെട്ടെന്ന് ചിറി കൂടിപ്പോവുക. എ, ആം വീക്ക്നെസ് ആണ്, പെട്ടെന്ന് കൈകാലുകൾക്ക് ബലക്കുറവുണ്ടാകുക, പക്ഷാഘാതം ഉണ്ടാവുക. ടി, എസ്, സ്പീച്ചാണ്, പെട്ടെന്ന് നാക്ക് കുഴച്ചിൽ വരിക, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക. ടി, അവസാനമായിട്ടുള്ളത് ടി ആണ്, ടൈം. ടൈം ഈസ് ബ്രെയിൻ. പെട്ടെന്ന് രോഗിയെ എമർജൻസിയിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിന് ഹാർട്ട് അറ്റാക്ക് പോലെ ഈ ബ്രെയിൻ അറ്റാക്കിനും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. രോഗിയെ ഉടനടി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സ്ട്രോക്ക് പേഷ്യൻസിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു എമർജൻസി ആയിരിക്കണം. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഉണ്ടായിരിക്കണം. അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്കാൻ, CTയോ അല്ലെങ്കിൽ MRIയോ അത് രണ്ടുമോ ഉണ്ടായിരിക്കണം. അവിടെ ഇഫക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റായിട്ട് കൊടുക്കേണ്ട മരുന്ന് കൊടുക്കാനുള്ള പ്രൊവിഷനും അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എത്തിക്കേണ്ടത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ, എമർജൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ CT സ്കാൻ ഉപയോഗിച്ച് രക്തക്കുഴൽ അടഞ്ഞതാണോ രക്തക്കുഴൽ പൊട്ടി ഒലിച്ചതാണോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇസ്കീമിക് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് ആണോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. രക്തക്കുഴൽ അടഞ്ഞതാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ രക്തം അലിയിപ്പിക്കുന്ന മരുന്ന് ഞരമ്പ് വഴി, വെയിൻ വഴി കൊടുക്കേണ്ടതാണ്. അത് സാധാരണ 4.5 മണിക്കൂറിനുള്ളിലാണ് കൊടുക്കേണ്ടത്. ചില രോഗികൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്ട്രോക്ക് ഉള്ളതായിട്ട് കാണുന്നു. അവരുടെ സ്ട്രോക്ക് തുടങ്ങിയത് 4.5 മണിക്കൂറിനുള്ളിലാണോ എന്ന് അറിയാൻ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം. ഉദാഹരണത്തിന് MRIയിലെ പല സീക്വൻസും ചെയ്ത് നോക്കണം. പല സീക്വൻസും ചെയ്ത് ഇത് 4.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം രക്തം അലിയിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കേണ്ടത്. രക്തം കുഴലിൻ്റെ അടവാണെങ്കിൽ ഒരു ആൻജിയോഗ്രാമും കൂടെ ചെയ്യണം. കാരണം ഇത് രക്തക്കുഴലിൻ്റെ ഒരു അസുഖമാണ്. ആൻജിയോഗ്രാം ചെയ്തിട്ട് വലിയ രക്തക്കുഴലിൻ്റെ അടവാണോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. വലിയ രക്തക്കുഴലിൻ്റെ അടവാണെങ്കിൽ അത് കത്തീറ്റർ ഉപയോഗിച്ച് ആ കട്ട പിടിച്ച രക്തം എടുത്ത് മാറ്റേണ്ടതാണ്. ഇതിന് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയും. മെക്കാനിക്കൽ ത്രോംബെക്ടമി 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എമർജൻസി മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സ്ട്രോക്ക് ICUയിലേക്ക് മാറ്റേണ്ടതാണ്. ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഷുഗർ, ടെമ്പറേച്ചർ, ഇതെല്ലാം, ഹാർട്ട് റേറ്റ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അവിടെ വിദഗ്ധരായ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്ട്രോക്ക് വരാതിരിക്കാൻ പ്രധാനമായിട്ടും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുക, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ല ആരോഗ്യം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.